വാർത്താവിശേഷത്തിലേക്ക് സ്വാഗതം. ഓൺലൈൻ വായനാ ദിനം ആഘോഷമാക്കി ജില്ലയിലെ കുരുന്നുകൾ. സ്കൂൾ കാണാതെ ഒരു വായനാ ദിനം കൂടി കടന്നു പോകുമ്പോൾ വീടുകളിലിരുന്ന് കൊച്ചുകൂട്ടുകാർ അവതരിപ്പിച്ച ചില കലാപരിപാടികൾ നമുക്ക് കാണാം. ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് രണ്ടു ഞണ്ടുകൾ. കടൽക്കരയിൽ രണ്ടു ഞണ്ടുകൾ നടക്കുകയായിരുന്നു. അമ്മയും മകളും പലതും സംസാരിച്ചുകൊണ്ട് നടക്കെ കുറച്ചകലെ അതോ വലിയൊരു കല്ല് മകൾ അതിശയിച്ചു. അയ്യോ അമ്മേ, ആ കല്ല് നടക്കുന്നു. ഞണ്ടമ്മ സൂക്ഷിച്ചു നോക്കി, എന്നിട്ട് പൊട്ടിച്ചിരിച്ചു. മണ്ടി പെണ്ണെ, അത് നമ്മുടെ ആമചേട്ടനല്ലേ. വലിയ കൂടാരം ചുമന്ന് പതിയെ പതിയെ വലിഞ്ഞിഴഞ്ഞ് ആമച്ചേട്ടൻ അവരുടെ അടുത്തേക്ക് വന്നു. ആമച്ചേട്ടാ, നമുക്ക് ഓടിക്കളിക്കാം, മകൾ പറഞ്ഞു. ഓട്ടം തുടങ്ങിയപ്പോഴാണ് രസം. ആമച്ചേട്ടൻ കളിയാക്കാൻ തുടങ്ങി. അയ്യേ അയ്യേ അയ്യയ്യേ, നീ എന്താ പെണ്ണെ പിന്നോട്ട് ഓടുന്നേ? മോശം മോശം. മുകളിലൂടെ പറക്കുകയായിരുന്ന കടൽ കാക്കകൾ വിളിച്ചു കൂവി. അയ്യയ്യേ, ഇവർക്ക് നടക്കാൻ അറിയില്ലേ, നാണക്കേട്. പെട്ടെന്ന് ഞണ്ടമ്മയ്ക്ക് ദേഷ്യം കയറി. എന്താടി പെണ്ണെ, നിന്റെ നടപ്പ് വളരെ മോശമാണല്ലോ. നിനക്ക് മറ്റു മൃഗങ്ങളെ പോലെ നടക്കാൻ വയ്യേ. അവരെല്ലാം മുന്നോട്ടേക്ക് നടക്കും, നീ മാത്രം പിന്നോട്ട്. ഇത് വിഷയം കൊണ്ട് മകൾ അമ്പരന്നു. എങ്കിലും ആ അമ്പരപ്പ് മാറ്റിക്കൊണ്ട് അവർ ചോദിച്ചു, പക്ഷേ അമ്മേ, അമ്മയല്ലേ എന്നെ നടക്കാൻ പഠിപ്പിച്ചത്? അമ്മ പറഞ്ഞതനുസരിച്ചു അമ്മയെ നോക്കിയുമാണ് ഞാനത് പഠിച്ചത്. എന്നിട്ടിപ്പോൾ അമ്മയെപ്പോലെ തന്നെ ഞാനും നടക്കുമ്പോൾ എന്തിനെന്നെ കുറ്റപ്പെടുത്തുന്നു? ഏതായാലും ഇനി ഇത് മാറ്റാൻ പ്രയാസമുണ്ട്. നിർബന്ധമാണെങ്കിൽ മുന്നോട്ട് നടക്കുന്നത് എങ്ങനെയെന്ന് അമ്മ തന്നെ കാണിച്ചു തരൂ. ഞാനും ശ്രമിക്കാം. ഈ വാക്കുകൾ കേട്ട് അമ്മയുടെ മുഖം വിളറി. മകൾ പറഞ്ഞതാണല്ലോ ശരി. കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അന്യർക്ക് ഉപദേശിക്കരുത്. നന്ദി. ശ്രീമതി ലതിക ടീച്ചർ എഴുതിയ എന്റെ അമ്മ എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത്. അമ്മ തൻ സ്നേഹത്തണലിൽ വളരുന്ന മക്കൾ തൻ സൗഭാഗ്യമൊന്നു വേറെ. അമ്മ എന്തെന്നറിഞ്ഞിടാത്ത ജീവിതം ആർക്കുമേ ഉണ്ടാവരുതീ മണ്ണിൽ. ജോലിക്കിടയിലെ പരിശീലനത്തിനായി അമ്മ ദൂരത്തെങ്ങോ പോയ നാളിൽ വരികയില്ലെന്നറിഞ്ഞിട്ടും ഞാൻ എന്തിനോ ഉമ്മറത്തമ്മയെ കാത്തിരുന്നു. നമസ്കാരം. ഉയരങ്ങളിലേക്ക് കുതിക്കുന്നതിനിടയിൽ അതിന് കഴിയുമോ എന്ന ഒരു നിമിഷത്തെ ആശങ്ക മതി അത് നമുക്ക് അപ്രാപ്യമാകുവാൻ. കുഞ്ഞിച്ചിറകുകളിൽ പാറി വന്ന പീറ്റർ പാൻ എന്ന കഥാപാത്രത്തിന്റെ ഈ വാക്കുകൾ വായനയുടെ മാസ്മരിക ലോകത്തേക്കാണ് എന്നെ നയിക്കുന്നത്. ദൂരദേശങ്ങളിലേക്ക്, നിഗൂഢമായ ദ്വീപുകളിലേക്ക്, അപരിചിതമായ വ്യക്തികളിലേക്ക്, ആകാശത്തിന്റെ അനന്തതയിലേക്ക്, എന്തിനേറെ ആഴിയുടെ ആഴങ്ങളിലേക്ക് വായന എന്നെ നയിക്കുന്നു. അതെ, ഗ്രന്ഥങ്ങൾ എൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ തന്നെ. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അറിവ് പകർന്നും മൂല്യങ്ങളെ ഊട്ടി ഉറപ്പിച്ചും എൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന കളിക്കൂട്ടുകാർ. മായാവിയോട് കൂട്ടുകൂടാനും ഹാരി പോട്ടറിനൊപ്പം മാന്ത്രിക കോട്ടകളിൽ കറങ്ങി നടക്കാനും കൊതിക്കാത്ത കൂട്ടുകാരുണ്ട്. ഭാവനയെ ജ്വലിപ്പിക്കാൻ, മായക്കാഴ്ചകളിലേക്ക് കുട്ടിക്കൊണ്ടുപോകുവാൻ പുസ്തകങ്ങളെ പോലെ സഹായിക്കുന്ന മറ്റെന്തുണ്ട് ഈ ഭൂമിയിൽ? ആശ്വസിപ്പിക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു നല്ല ഗ്രന്ഥം മനസ്സിന്റെ ഔഷധമാണ്. തളർന്ന മനസ്സുകളെ ഉണർത്തുന്ന, തലച്ചോറിനെ ഉത്തേജിക്കുന്ന ഒറ്റമൂലി. ഷേക്സ്പിയറിലൂടെ 3-ാം നൂറ്റാണ്ടിലേക്കും, നെഹ്റുവിലൂടെ സ്വാതന്ത്ര്യ സമരത്തിലേക്കും, എഴുത്തച്ഛനിലൂടെ മലയാള ഭാഷയുടെ വേരുകളിലേക്കും നാം മനസ്സുകൊണ്ട് സഞ്ചരിക്കുന്നു. ഗ്രന്ഥങ്ങൾ ആശയസമ്പത്തും ഭാഷാ സ്വാധീനവും വർദ്ധിപ്പിക്കുന്നു. വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നു. പരന്ന വായന നൽകുന്ന ഉൾക്കരുത്തുമായി നമുക്ക് മുന്നേറാം. നല്ല വായനക്കാരുടേതാണ് നാളത്തെ ലോകം. നമുക്ക് വായനയിലൂടെ വളരാം, നാളെയുടെ വാഗ്ദാനമാകാം. നന്ദി, നമസ്കാരം. ഓമനത്ത് നിറഞ്ഞ കുസൃതി തുളുമ്പുന്ന കലാപരിപാടികൾക്കിടയിലും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. അമ്മ അമ്മ ഒരു ഫോട്ടോ എടുത്തരും. എന്ത് ഫോട്ടോ? അത് ഞാൻ ഇങ്ങനെ പുസ്തകം പിടിച്ചോണ്ട് ഇങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ. എന്തിനത്? സ്റ്റാറ്റസ് ഇടാനമ്മേ. റീഡിംഗ് ഡേ അല്ലേ വരുന്നത്. സ്റ്റാറ്റസ് ഇടാനാണോ പുസ്തകം? പുസ്തകം വായിക്കല്ലേ വേണ്ടത്, പിടിച്ചോണ്ട് ഫോട്ടോ എടുക്കാനാണ് വേണ്ടത്. ആ
എൻവയോൺമെന്റ് ഡേക്ക് നമ്മൾ ചെടി നടന്ന ഫോട്ടോ എടുത്തില്ലേ, അതുപോലെ റീഡിംഗ് ഡേക്ക് പുസ്തകം പഠിച്ചോണ്ട്. പിന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നല്ല വെറൈറ്റി ആയിട്ട് ചെയ്യണം, ഒരു പഞ്ച് വേണമെന്നേ. അതെ അതെ, 2 കോടി മരം സ്റ്റാറ്റസിൽ നട്ടത് 5 വർഷം കഴിയുമ്പോ കേരളം ഒരു കൊടും കാടാവല്ലോ എൻ്റെ ഈശ്വരാ. ഏത് പുരുക്കിടലും പോസ് ഇങ്ങനെ ആയാലോ, അല്ലെങ്കിൽ ഇങ്ങനെ ആയാലോ. എന്നാ പിന്നെ എൻ്റെ മോളെ തലയും കുത്തിന്ന് ഫോട്ടോ എടുക്ക്, ഭയങ്കര വെറൈറ്റി ആവും. ആ അത് കൊള്ളാലോ. ആ പോസ് എങ്ങനെ ഇരിക്കും? ഓ, അമ്മ എന്നെ ആക്കിയതാണല്ലേ? അല്ല പിന്നെ, ആദ്യം നീ ഒരു പുസ്തകം വായിക്കുന്നത് ഞാൻ ഒന്ന് കാണട്ടെ, എന്നിട്ട് മതി ഫോട്ടോയും സ്റ്റാറ്റസ് ഒക്കെ. ഇല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് സോഷ്യൽ മീഡിയനെ പറ്റി ഒരു കുന്തം അറിയില്ല. എൻ്റെ മോളെ, ഇതൊന്നും സ്റ്റാറ്റസിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല, അത് ജീവിതത്തിന്റെ ഭാഗമാണ് കേട്ടാ. ഈ പെൺകുട്ടി ഇന്നിന്റെ പ്രതീകമല്ലേ? ഇവൾ ചില ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നു നമ്മുടെ മാതാപിതാക്കളോട്, അധ്യാപകരോട്, സാഹിത്യ ലോകത്തോട്. വായനയിൽ താല്പര്യമില്ലാത്ത, പുസ്തകങ്ങളോട് കൂട്ടുകൂടാത്ത ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ടോ? സ്റ്റാറ്റസിലും ഫോട്ടോകളിലും മാത്രം ഒതുങ്ങുകയാണോ നമ്മുടെ ദിനാചരണങ്ങൾ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. മറ്റൊരു വാർത്താ വിശേഷവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. മീറ്റ് പകരം എൻ്റെ മോള് കൊടുക്കട്ടെ. എന്തൊരു കര! കൊച്ചു കൂട്ടുകാർ അവതരിപ്പിച്ച ചില കര. ഇങ്ങനൊരു 10 ആൾക്കാർക്കുള്ള കൂട്ടുചാട്ടൂട്ട എനിക്ക് ഇവിടെ ചില ചോദ്യങ്ങൾ അവശേഷിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതുന്നു.